സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വെളിപാട് 19:5-6. പിന്നെ വലിയ ഇടിമുഴക്കത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും വലിയ ജനക്കൂട്ടത്തിൻ്റെയും ശബ്ദം പോലെയുള്ളൊരു സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ ദൈവസ്തുതിയെക്കുറിച്ചാണ് വെളിപാട് പുസ്തകത്തിൽ പറയണത്. അതായത് സ്വർഗത്തിൽ മാലാഖമാരും വിശുദ്ധരും പരിശുദ്ധ അമ്മയും അപ്പസ്തോലന്മാരും എല്ലാം ദൈവത്തെ സ്തുതിക്കുന്ന വലിയ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം പോലെ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം പോലെയാണെന്നാണ് യോഹന്നാൻ വെളിപാടിലൂടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ഈ ദൈവസ്തുതി നമ്മളുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം പൂർണ്ണതയിലേക്ക് വരികയുള്ളൂ. എവിടെയെല്ലാം ദൈവസ്തുതി ഉണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. ആത്മാവിൻ്റെ വലിയ പ്രവർത്തനം ഉണ്ടാവും. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത തന്നെ ദൈവസ്തുതി ആരാധനയാണല്ലോ. പ്രിയമുള്ളവരെ, ആ സന്തോഷത്തിൽ മാത്രമല്ല, ദുഃഖത്തിലും വേദനയിലുമെല്ലാം ദൈവത്തെ സ്തുതിക്കുക എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ പുറപ്പാട് 23:25 പറയുന്നു, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അപ്പോൾ നിൻ്റെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും, രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും, നിനക്ക് ദീർഘായുസ്സ് ലഭിക്കും, വന്ധ്യതയോ ഗർഭചിത്രം ഉണ്ടാകുകയില്ല. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ലഭിക്കുന്ന 4 വാഗ്ദാനങ്ങളാണ് ഇവിടെ വചനത്തിലൂടെ പറയുന്നത്. ദൈവത്തെ ആരാധിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യാത്തവർക്ക് ഇതിൻ്റെ നേരെ വിപരീതം. ഭക്ഷണവും പാനീയം, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ, കടബാധ്യത, അതുപോലെ തന്നെ രോഗാവസ്ഥ, പെട്ടെന്നുള്ള മരണം, ഗർഭചിത്രം. അതായത് ഇന്ന് മക്കളില്ലാത്ത ഒത്തിരി 100 പേര് കല്യാണം കഴിച്ചാൽ 75 പേർക്ക് മക്കളില്ലാത്ത അവസ്ഥ. ഇതെല്ലാം ദൈവാരാധനയുടെ കുറവാണെന്ന് വചനം നമ്മളെ സ്ഥിരീകരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കഷ്ടതയിൽ ദൈവത്തെ സ്തുതിക്കുക. അതായത് നമുക്കറിയാം, പൗലോസും ശീലാസും ജയിലറയിൽ കിടന്നുകൊണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടന്നപ്പോൾ അവരുടെ കഷ്ടതയിൽ അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവരുടെ മേലെ ഇറങ്ങി വന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീണ് കാരാഗൃഹത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ വേദനയിലും ദുഃഖത്തിലുമെല്ലാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവാരാധന നമ്മുടെ ജീവിതത്തിൽ ഉയരുമ്പോൾ അവിടെ കർത്താവ് അത്ഭുതകരമായി ഇടപെടും. നമ്മളിവിടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നതിൻ്റെ തുടർച്ചയാണ് സ്വർഗത്തിൽ നമ്മുടെ ദൈവാരാധന. അതാണ് വിശുദ്ധർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ അവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു, അതിൻ്റെ തുടർച്ചയായിട്ടാണ് സ്വർഗത്തിൽ ഇവിടെ ദൈവത്തെ സ്തുതിക്കാൻ മടിയും ഉള്ളവർക്ക് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ സ്തുതി ആരാധന നടക്കുകയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്ന നമ്മുടെ ഒരു ശീലമാക്കി മാറ്റാം. അത് തുടർച്ചയായി സ്തുതിച്ചുകൊണ്ട് സ്വർഗത്തിൽ വരെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇരുന്നൊരു ജീവിതത്തിലേക്ക് നമുക്ക് കടന്നില്ല. ആമേൻ.